അപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് നമ്മുടെ ദീപക് എന്ന ഒരാളുടെ ആത്മഹത്യയെക്കുറിച്ച്. അതും സോഷ്യൽ മീഡിയയിൽ ഒരു പെണ്ണ് വന്നിട്ട് അയാളെ മോശമായിട്ട് ചിത്രീകരിച്ചുകൊണ്ട് ഇടുന്ന ഒരു വീഡിയോ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആണുങ്ങളെക്കാളും ഏറ്റവും ഫ്രോഡായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് പെണ്ണുങ്ങൾ തന്നെയാണ്. കാരണം ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് ഇങ്ങോട്ട് ഉമ്മാൻ്റെ പാസ്പോർട്ട് ഓഫീസിൽ പോയിട്ട് തിരികെ വരുന്ന വഴിക്ക് ഒരു ബസ്സിൽ നല്ല അത്യാവശ്യം നല്ല തിരക്കൊന്നുമില്ല, നല്ല മീഡിയം സൈസിൽ അയാളൊരു സൈഡിൽ മാറി നിൽക്കുവാണ്. 2 പെണ്ണുങ്ങൾ വന്നിട്ട് ഇയാളോട് മാറുന്നില്ല. അയാൾ ആർക്കും ഒരു ഉപദ്രവം ഇല്ലാതെ ഇങ്ങനെ നിന്നോണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ചെറിയൊരു പെണ്ണും അതിൻ്റെ പുറത്തൊരു വേറൊരു 2-3 ലേഡീസും അവിടെ നിൽക്കുന്നുണ്ട്. അയാളുടെ അടുത്ത് മാറി നിൽക്കാൻ പറയുന്നു പറഞ്ഞിട്ട് ആ പെൺകുട്ടി പറയുന്നുണ്ട്. പക്ഷെ അയാൾ ആർക്കും ഒരു ഉപദ്രവം ഇല്ല നിൽക്കുക. അയാൾക്ക് വന്നിട്ട് ദേഷ്യം വന്നിട്ട് അയാൾ ഇറങ്ങി അപ്പം തന്നെ വായി വരുന്ന എന്തൊക്കെയാണ് പറഞ്ഞിട്ട് അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങി പോയിട്ടുണ്ട്. അത് എനിക്ക് പറയാമെന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമല്ല. ഇപ്പം ഒരു ഫോൺ ഉണ്ടെന്ന് വെച്ചിട്ട് ഓരോരുത്തർക്കും ഒരു ധാരണയുണ്ട്. എല്ലാവരും അവരെ മറ്റു രീതിയിലാണ് നോക്കുന്നത്, കാണുന്നത്, ചെയ്യുന്നത്. അവർ മാത്രമാണ് നല്ലത്, അല്ലെങ്കിൽ സ്ത്രീകൾ മാത്രമാണ് നല്ലത്, അങ്ങനെയൊന്നും അല്ല കേട്ടോ. പുരുഷന്മാർ ചിലപ്പോൾ ഈ തിക്കിലും തിരക്കിലും ചിലപ്പോൾ അഥവാ തട്ടിയിട്ടുണ്ടോ, മനഃപൂർവ്വം ചെയ്യുന്നതല്ലല്ലോ, അറിയാണ്ട് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ലെന്നല്ല. നമ്മൾ ആ ഒരു സാഹചര്യത്തിൽ നിന്ന് മാറി നിൽക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ അതും ആസ്വദിച്ച് വീഡിയോ ഇങ്ങനെ ഓണാക്കി ഇങ്ങനെ വെച്ചിട്ട്, അതല്ലെങ്കിൽ ആ മുഖത്ത് ഇഷ്ടപ്പെടാകിയുടെ എന്തെങ്കിലും ഒരു ഭാവങ്ങളുണ്ടാവണം. ഒരാൾ അടുത്ത് നിൽക്കുന്നത് ഇഷ്ടപ്പെടുകയോ പറയുന്നത് ചെയ്യുന്നതിൽ ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ മുഖത്ത് റിയാക്ഷൻ എന്തായാലും ഉണ്ടാവും. ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം ആ ഒരു മുഖത്ത് യാതൊരു ഇഷ്ടപ്പെടാകിയുടെ ഒരു ഇതുമില്ല. അവരെ ആസ്വദിച്ച് നിന്ന് വീഡിയോ എടുക്കുന്നതായിട്ടാണ് നമ്മൾ ആ ഒരു വീഡിയോയിൽ കണ്ടത്. അപ്പം ഇങ്ങനെയൊക്കെ ഉള്ള അവളുമാരെ നമ്മൾ കൂടുതൽ ഇങ്ങനെ പോഷിപ്പിച്ചുകൊണ്ട് വരാതെ, ശരിക്കും എനിക്ക് ഈ സോഷ്യൽ മീഡിയയിലുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങൾ എടുത്തിട്ട് റിയാക്ഷൻ ചെയ്ത് പറയുന്നത് എനിക്ക് വലിയ താല്പര്യമില്ല. കാരണം എന്തിനാ നമ്മൾ മറ്റുള്ള കാര്യത്തിൽ തലയിട്ട് കൊതിന്നുണയും പറയേണ്ട ആവശ്യമില്ല എന്നുള്ളൊരു തീരുമാനത്തിൽ. പക്ഷേ ഇതെനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. കാരണം ഇങ്ങനെ ഉണ്ട്, ഒരുപാട് സ്ത്രീകൾ ഇങ്ങനെ ഉണ്ട്. തൊട്ടേനും പിടിച്ചതിനും എല്ലാം ഇതിങ്ങനെ ഓണാക്കി വെച്ചിട്ട് എന്തോ വലിയ സംഭവമാണ് സമൂഹത്തിൽ കാണിക്കുന്നത്, അങ്ങനെ എന്നൊക്കെയുള്ളൊരു വിധാരണയിൽ ഇവർ ചെയ്യുന്നതുണ്ട്. ശരിക്കും ആ മനുഷ്യൻ്റെ മാനത്തിന് ഒരു വിലയും ഇല്ലാതെ ഇങ്ങനെ കാണിക്കുമ്പോൾ ആ ഒരു കുടുംബത്തിനാണ് നഷ്ടപ്പെട്ടത്. പെണ്ണുങ്ങൾക്കൊന്ന് കുറച്ച് ഷോ കാണിക്കാനുള്ള ആ ഒരിത്, അതിൻ്റെ അപ്പുറം അവരൊന്നും ചിന്തിക്കുന്നുണ്ടായിരുന്നു കാണത്തില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള ആളുമാരെ അങ്ങോട്ട് വരിഞ്ഞ് കെട്ടിയിട്ടും അങ്ങോട്ട് 4ആയിട്ട് അങ്ങോട്ട് കീറി വെച്ചിട്ട് മുളക് പൊടി വെച്ച് അങ്ങ് തേച്ചങ്ങ് വെച്ച് കൊടുക്കണം. അല്ലേ പിന്നെ എന്തിൻ്റെ സൂക്കേടുകൾ അവളുമാർക്ക്. ഒരു ഫോൺ ഉണ്ടെന്ന് വെച്ചിട്ട് ആളുമാരൊക്കെ തന്നെ ആയിരിക്കും റീചാർജ് ചെയ്യുന്നത്. എന്ന് വെച്ചിട്ട് ഇമാതിരി ഓരോരോ വൃത്തികേടുകൾ കാണിക്കണോ അഹങ്കാരികൾ.